ഹായ് ഹലോ. ഞാൻ ഇന്നൊരു സ്പെഷ്യൽ ടോപ്പിക്കായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഇമോഷണൽ ഫൂൾ, വൈകാരിക വിഡ്ഢികൾ എന്ന് പറയും. അതായത് ആർക്കും ചവിട്ടി മെതിക്കാൻ പറ്റുന്ന ആളുകളെയാണ് ഈ ഇമോഷണൽ ഫൂൾ എന്ന് പറയുന്നത്. ഞാനും ഇങ്ങനെ അതിൽപ്പെട്ട ഒരാളായിരുന്നു. അതിൽ നിന്ന് ഞാനും റിക്കവറായി വന്നതാണ്. അതുപോലെ എനിക്ക് എന്നെ എന്നെ അറിയുന്ന കുറേ പേരെന്നെ വിളിക്കാറുണ്ട് എല്ലാ ദിവസവും. അപ്പോൾ അവളുമാരൊക്കെ എൻ്റെ അടുത്ത് പറയുന്നത്, ടിൻറ്റു എനിക്കും ഇങ്ങനത്തെ ഒരു ഫീലിങ്സാണ്, ഇതിൽ നിന്ന് എങ്ങനെയാണെന്ന് പുറത്ത് കിടക്കുക, പുറത്ത് കിടന്നാൽ മാത്രമേ എനിക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ, അങ്ങനെയൊക്കെ. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു, എന്നാൽ നമുക്ക് എല്ലാവർക്കും പ്രയോജനമാകുന്ന രീതിയിൽ ഒരു ചെറിയ വീഡിയോ ആക്കി ഇത് ചെയ്താലോ എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് നമ്മൾ ഇതിനകത്തെന്ന് പറയുന്നത്, ഇതെന്താണ് ഇമോഷണൽ ഫൂൾ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നതും അതിൽ നിന്ന് നമുക്ക് എങ്ങനെ പുറത്തേക്ക് വരാം എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ്. ഇമോഷണൽ ഫൂൾ എന്ന് പറയുന്നത് ഇവർ ശരിക്കും വിഡ്ഢികളാണോ? അല്ല. അവർ മറ്റുള്ള ആളുകളെ ശരിക്കും വിശ്വസിച്ച് പോകുന്നത് കൊണ്ട് മറ്റുള്ള ആളുകൾ അവർക്ക് കൊടുക്കുന്ന പേരാണ് ഇമോഷണൽ ഫൂൾ എന്ന് പറയുന്നത്. അതായത് അവൻ കുറച്ച് ഇമോഷണലാണ്, അവൾ കുറച്ച് ഇമോഷണലാണ്, അവളോട് അധികം ഇടപെടാനൊന്നും പോകണ്ട കേട്ടോ, അവൾ പെട്ടെന്ന് ഇമോഷണലാവും, അവളെ കൂടെ കൂട്ടാനൊന്നും പറ്റില്ല, ഇങ്ങനെയൊക്കെ പറയുന്നത് ഇത് മറ്റുള്ള ആളുകൾ അവർക്ക് കൊടുക്കുന്ന ഒരു പേരാണ് ഇമോഷണൽ ഫൂൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ യഥാർത്ഥ റീസൺ എന്ന് വെച്ചാൽ സെൻസിറ്റീവായിട്ടുള്ള ഒരു സ്വഭാവം കാരണമാണ് ഇങ്ങനെയായി പോകുന്നത്. അത് അവളിൽ എങ്ങനെ വന്നു എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. ഒരാൾ ഓവർ സെൻസിറ്റീവ് ആകുക എന്ന് പറഞ്ഞാൽ കാര്യം ഇത്രയേ ഉള്ളൂ. ഒരാൾ നിങ്ങളോട് വേണ്ടാത്ത കാര്യം പറഞ്ഞു എന്ന് വിചാരിക്കുക, അത് കുറേ ദിവസം മനസ്സിലിട്ടുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ സ്റ്റക്കായിട്ടിരിക്കുക, മൂഡ് ഓഫ് ആയിട്ടിരിക്കുക, അത് ആലോചിച്ചുകൊണ്ട് ഒരുപാട് സമയം പോവുക, മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഓവർ ഇമോഷണൽ ആയിട്ടുള്ള ആളുകളിൽ സംഭവിക്കുന്നത്. ചില ആളുകളുണ്ടല്ലോ, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ശരി, ആ സെക്കൻഡിൽ അവിടെ വെച്ച് അങ്ങോട്ട് കരയാൻ തുടങ്ങും. ഇത് മറ്റുള്ള ആളുകൾക്ക് സഹതാപമാണ് ഉണ്ടാക്കുന്നത്. ഇവൾ എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി എന്ന് ആരും ചിന്തിക്കത്തില്ല, അത് ആർക്കും അറിയാൻ വേണ്ട. മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ട്, ചതിച്ചുകൊണ്ട്, എൻ്റർടൈൻമെൻറ്റ് ചെയ്തുകൊണ്ട്, കുത്തിനോവിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞുകൊണ്ട്, കളിയാക്കിക്കൊണ്ട്, കരയിപ്പിച്ചുകൊണ്ട്, ഒരാളുടെ കഴിവുകൾ ഉപയോഗപ്പെടുത്തി അയാളെ യൂസ് ചെയ്യുന്ന ടൂളാക്കി മാറ്റുന്ന വിഡ്ഢികളെയാണ് ഇമോഷണൽ ഫൂൾ എന്ന് പറയുന്നത്. ഒരാൾ അതിനെ നിന്ന് കൊടുത്താൽ മാത്രമേ അയാൾക്ക് ഫൂളായിട്ട് മാറാൻ കഴിയത്തുള്ളൂ. നമ്മളിൽ പലർക്കും ഈ അനുഭവം ഉണ്ടായിരിക്കാം അല്ലേ? ഒരുപാട് വിശ്വസിച്ച് പോയതുകൊണ്ട് മറ്റുള്ളവരാൽ ചതിക്കപ്പെട്ടു പോകുന്ന ആൾക്കാരാണ് നമ്മൾ. അതായത് സ്നേഹവും വിശ്വാസവും കൂടുമ്പോഴാണ് നമുക്ക് ചതിക്കപ്പെടാനുള്ള കൂടുതലും സാഹചര്യം ഉണ്ടായി വരുന്നത്. ഒരാൾ ഈ രീതിയിൽ ഇമോഷണൽ ക്യാരക്ടർ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും നിങ്ങളെ യൂസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ അങ്ങനെ ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പുറത്ത് കാണിക്കുന്നത് നല്ലതല്ല. പക്ഷേ അത് പെട്ടെന്ന് സംഭവിക്കത്തില്ല. കാരണം നമ്മളെപ്പോഴും നമ്മൾ ഭയങ്കരമായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്ന, സ്നേഹിക്കുന്ന വ്യക്തിയുടെ അങ്ങനെ ഒരു ആളുടെ അടുത്തു നിന്ന് നമുക്ക് പെട്ടെന്നൊരു സങ്കടം കിട്ടുമ്പം നമ്മൾ കരഞ്ഞു പോവും, നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ പതിയെ പതിയെ നമ്മളതിനെ മെൻ്റലി സ്ട്രോങ് ആക്കിക്കൊണ്ട്, നമ്മുടെ മനസ്സിനെ സ്ട്രോങ് ആക്കിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇമോഷണൽ ക്യാരക്ടർ ആണെങ്കിൽ അയാളുടെ മുഖത്ത് ആ സെക്കൻഡിൽ തന്നെ കാണാൻ കഴിയും. അത് കാണിക്കാതെ ഇരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മൈൻഡ് പവറും കൊണ്ട് മാത്രമേ നമുക്കതാക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇങ്ങനെ നമ്മൾ ആ ഒരു ക്യാരക്ടർ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ചതിക്കപ്പെടാൻ മാത്രമേ നേരം ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ സ്വയം കൺട്രോൾ ചെയ്ത് നമ്മുടെ മൈൻഡ് സെറ്റാക്കാൻ നോക്കണം. നിങ്ങൾ ഇങ്ങനെ ഒരു ഇമോഷണൽ ക്യാരക്ടർ ആണെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കുറച്ച് പോയിൻറ്റുകൾ നമുക്ക് നോക്കാം. പക്ഷേ അതിനു മുമ്പ് ഒരാൾ ഇങ്ങനെ ആയി എന്ന് എങ്ങനെ ആയി എന്നുള്ളത് നമ്മളത് പഠിക്കണം. അതായത് ഒരാൾ ഇമോഷണലി സെൻസിറ്റീവ് ആയി എന്നെങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അത് മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് ആ എന്ത് കാര്യമാണോ അത് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതായത് കാര്യം ഇമോഷണലി സെൻസിറ്റീവ് ആയ ആളുകൾക്ക് ഒരു പ്രത്യേകതരം ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. നിങ്ങൾ അങ്ങനെ ഒരാളാണെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്നൊന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. കുട്ടിക്കാലത്ത് ഒരു ക്ലോസ്ഡ് ഫ്രണ്ട്സ് സർക്കിൾ മാത്രമേ അവർക്കുണ്ടായിരിക്കുള്ളൂ. 1-2 ഫ്രണ്ട്സുകൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അതുപോലെ തന്നെ അച്ഛനമ്മമാരുടെ അടുത്തു നിന്ന് അത്യാവശ്യം നല്ല കെയറിങ് കിട്ടിയിട്ടുണ്ടാവും. ഇഷ്ടപ്പെട്ടതെല്ലാം വാങ്ങി കിട്ടുന്നുണ്ടാവും. ആരും നമ്മളെ ചീത്ത പറയാനുണ്ടാവില്ല. പേരൻസിൻ്റെ അടുത്തുനിന്ന് ഒരടി പോലും കിട്ടിയിട്ടുണ്ടാവില്ല. വളരെ റെയറായിട്ട് മാത്രമായിരിക്കും കിട്ടുന്നത്. സ്കൂളിലാണെങ്കിലും അത്യാവശ്യം പഠിക്കാനും എല്ലാത്തിനും ഒരു ഇതിലായിരിക്കും നിൽക്കുന്നത്. സമൂഹത്തിലാണെങ്കിലും മാന്യമായിട്ട് നടക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. ഇവർ മൊത്തത്തിൽ പറഞ്ഞ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് വളരെ കുറഞ്ഞ ആളുകളായിരിക്കും.
ആളുകൾ എന്താണെന്ന് അറിയത്തില്ലാത്ത മനുഷ്യരാണ്. അതായത് ആളുകൾ എങ്ങനെയാണ് നമ്മളെ വേദനിപ്പിക്കുന്നത്, ആളുകൾ എന്തൊക്കെ വാക്കുകളായിരിക്കും നമുക്കെതിരെ ഉപയോഗിക്കുക, ആളുകൾ എങ്ങനെയാണ് നമ്മളെ ചതിക്കുക എന്നൊന്നും അറിയത്തില്ലാത്ത ഒരു പാവം ആൾക്കാരായിരിക്കും ഇവർ. ഇവരുടെ ജീവിത രീതി തന്നെ ഇങ്ങനെയായിരിക്കും. മറ്റുള്ള ആളുകൾ ഒബ്സർവ് ഒക്കെ ചെയ്യും, പക്ഷേ അവരുമായിട്ട് ഇടപെടാനുള്ള താല്പര്യമുള്ള ആളുകളൊന്നും ആയിരിക്കില്ല. ഇങ്ങനെയുള്ള ആളുകൾക്ക് കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവരുടെ മനസ്സ് എപ്പോഴും നല്ല മനസ്സായിരിക്കും. എല്ലാവരെയും പെട്ടെന്ന് അങ്ങോട്ട് വിശ്വസിക്കും. ചിലപ്പോൾ കുറച്ച് നിഷ്കളങ്കരൊക്കെ ആയിരിക്കും. എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യാനും സ്നേഹിക്കാനും താല്പര്യമുള്ള ആളുകളായിരിക്കും. ഇവർ നേരിടാൻ പോകുന്ന പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവരെ എല്ലാവരും യൂസ് ചെയ്യാനും ചതിക്കാനും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ പോകുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വളരെ കണ്ണിങ് ആയ ഒരു സൊസൈറ്റിയിലാണ് അല്ലേ. എങ്ങനെ ഒരാളെ ചതിക്കാം, എങ്ങനെ ഒരാളിൽ നിന്ന് പൈസ മുതലാക്കാം, ഇവളെ എങ്ങനെ വേദനിപ്പിക്കാം, ഇവനെ എങ്ങനെ വേദനിപ്പിക്കാം, സ്വയം എങ്ങനെ വേദനിക്കാം എന്നൊക്കെയുള്ള ഒരു റിസർച്ച് നടത്തുന്ന ഒരു സമൂഹത്തിൻ്റെ ലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇങ്ങനെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ ഒരു ഭാവിയില്ല. അവർ ആ സേഫ് സോണിൽ മാത്രം നിൽക്കാനേ അവർക്ക് പറ്റുള്ളൂ. പക്ഷേ നമ്മൾ അങ്ങനെ ഒരാളാണെങ്കിൽ നമുക്ക് അതിലൊരു മാറ്റം കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള ഭാവി നമുക്ക് തുറന്നു കിട്ടുള്ളൂ. അപ്പം നമ്മൾ അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവന്നേ പറ്റൂ. ഇങ്ങനെയുള്ള ഒരു സ്വഭാവമുള്ള വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തോന്നുവാണെങ്കിലുണ്ടല്ലോ, ആദ്യമായിട്ട് നിർത്തേണ്ട ഒരു സ്വഭാവം എന്ന് പറയുന്നത്, ആരെ കണ്ടാലും എന്ത് കണ്ടാലും വിശ്വസിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടല്ലോ, അതങ്ങ് നിർത്തിയേക്കണം, അതങ്ങ് മാറ്റി വെച്ചേക്കണം. നിങ്ങളുടെ മുമ്പിൽ ആര് വന്ന് എന്ത് പറഞ്ഞാലും ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയാം എന്നൊരു ചങ്കൂറ്റം നിങ്ങൾക്ക് വേണം. അങ്ങനെ ഒരു മറുപടി അവർക്ക് കൊടുക്കാനായിട്ട് നിങ്ങൾ പഠിക്കണം. പെട്ടെന്നൊന്നും പറ്റൂലെന്നേ. നമ്മൾ സ്വന്തം ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് പിള്ളേർ വീണാണ് നടക്കാൻ പഠിക്കുന്നത്, അതുപോലെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരുന്നാൽ നമുക്കത് മറ്റുള്ളവൻ്റെ കണ്ണിൽ നോക്കി നമുക്ക് പറയാൻ സാധിക്കണം. നിങ്ങൾ മറ്റുള്ളവരെ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, അതങ്ങോട്ട് നിർത്തണം. നമുക്കതിനൊരു വാക്ക് പറയാൻ പറ്റും. എന്താണെന്നറിയാമോ? ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെൻറ്റ്. അതായത് ആരുമായിട്ട് ഓവർ അറ്റാച്ച്ഡ് ആവാതെ പറയുന്നതാണ് ഇത്. നമ്മളൊന്ന് ഒബ്സർവ് ചെയ്തുകൊണ്ട് നമ്മൾ അവരോട് പറയണം കുറച്ച് കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞെന്ന് പതിയെ നമ്മൾ ആ തീരുമാനങ്ങളൊക്കെ അങ്ങനെ എടുക്കണം. രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇമോഷണലാണെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ, ആരെങ്കിലും നിങ്ങളെ കൊത്തിനോവിക്കുന്ന വാക്കുകളായിട്ട് വരുവാണെങ്കിൽ അവരുടെ മുമ്പിൽ നമ്മുടെ ഇമോഷൻസ് കാണിക്കാതെ ഇരിക്കുക. ആരെന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് കരച്ചിൽ വരുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ആരും കാണാതെ റൂമിൽ കയറിയിരുന്നിട്ട് അലറിക്കരഞ്ഞോ, പക്ഷേ അവരുടെ മുന്നിൽ നമ്മൾ ചെറു പുഞ്ചിരിയോടുകൂടി നമ്മൾ നിൽക്കണം. നിങ്ങൾ എന്ത് പറഞ്ഞാലും നേരെ പ്രതികരിക്കാൻ പോകരുത്. അങ്ങനെ പ്രതികരിക്കുമ്പോൾ എന്താ ചെയ്യുന്നതെന്നറിയോ? അത് കാണുമ്പം നിങ്ങളുടെ ശത്രുക്കൾക്ക് വീണ്ടും വീണ്ടും ഒരു സന്തോഷമാണ് വരുന്നത്. അത് നിങ്ങളെ വീണ്ടും വീണ്ടും ഇമോഷണൽ ഫൂളായിട്ടാണ് അവർ കണക്കാക്കുന്നത്. അവിടെ നമ്മൾ ഭയങ്കര ഇമോഷണൽ ആണെന്ന് കാണാൻ വരുമ്പോൾ നിങ്ങൾ അങ്ങനെ അല്ല എന്ന് കാണിച്ചു കൊടുക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം. അതാണ് നിങ്ങളുടെ മൈൻഡ് പവർ എന്ന് പറയുന്നത്. നോ പറയേണ്ടടുത്ത് നോ പറയണം. അല്ലാത്തടത്ത് ഇമോഷണൽ കാണിക്കേണ്ടടുത്ത് ഓവർ ഇമോഷണൽ കാണിക്കാതെ ആവശ്യം വേണ്ടത് എങ്ങനെയാണോ, അതായത് ആ പാകത്തിന് മാത്രം നമ്മൾ വിളമ്പുക. ചുറ്റിലുള്ളവർക്കേ നിങ്ങൾ ഇമോഷണൽ ആണോ എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കാനുള്ള കഴിവൊക്കെ അവർക്കുണ്ട്. അങ്ങനെ കഴുകും കണ്ണുകളുള്ളവരാണ് നമ്മുടെ ചുറ്റുമുള്ളവർ. അങ്ങനെയുള്ള ആളുകളുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാവണം. എനിക്ക് എൻ്റെ കാര്യം തന്നെ നോക്കാൻ ടൈമില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഇട്ട് പോയാൽ ആരും നിങ്ങളുടെ തലയിൽ കയറത്തില്ല. ആര് പറയുന്നതും ശ്രദ്ധിക്കാൻ പോവുകയും ചെയ്യരുത്. ബാലൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഇമോഷണലി പ്രോബ്ലം വരുമ്പോൾ നിങ്ങൾ ഒന്നെങ്കിൽ കുറച്ച് നേരം ഇറങ്ങി നടക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുസ്തകം വായിക്കുക, അതല്ലെങ്കിൽ ഒരു ചെടി നടുക, അതല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്ടമുള്ളൊരു പാട്ട് കേൾക്കുക. അത് അല്ലെങ്കിൽ നമ്മൾ സ്വയം അതിനെ അംഗീകരിച്ചിട്ട് ഇങ്ങനെയല്ല, നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിനെ സ്വന്തമായിട്ട് പഠിപ്പിക്കുക. പിന്നെ മെയിനായിട്ട് ഈഗോ കളയുക. ഈഗോ എന്ന് പറയുന്ന സംഭവത്തിനെ നമ്മൾ ഡിലീറ്റ് അടിച്ച് കളയുക. പിന്നെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് കൂടുതലായിട്ട് ഉണ്ടാക്കുക, എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്ത് ഇടപെടുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഇമോഷണൽ ഫുൾ അല്ലാതെ നമുക്ക് നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയായിട്ട് ജീവിത വിജയം കൈവരിക്കാനായിട്ട് സാധിക്കും.